ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. നമുക്ക് റെസ്ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷെൽട്ടറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇപ്പം പുതിയതായിട്ട് നമ്മൾ അവർക്ക് വീടിനോട് ചേർന്ന് തന്നെ 2 റൂം പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പണിയാണ്. അതൊക്കെ ഈ ഷെൽട്ടർ എല്ലാം മുട്ടിച്ചിട്ടുണ്ട്, മതിലെല്ലാം മുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഗേറ്റും കൂടെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനാണ് കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവുക. ഇനി ഇതുണ്ടോ 2 തൂണ്, അവിടെയാണ് നമുക്കിനി ഗേറ്റ്. പിന്നെ അവർ ചാടി പോകാതെ ഒരു വരി പൊക്കം കുറവുള്ള സ്ഥലത്തൊക്കെ ഒരു വരി കല്ലും കൂടെ നമുക്ക് വെക്കണം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പിന്നെ നിലത്തിൻ്റെ കുറച്ച് സ്ഥലത്തേക്ക് ഇവർ മണ്ണിൽ കിടക്കാതെ, ചെള്ളുപനിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരെണ്ണത്തിന് ഇന്നാൾ ചെള്ളുപനി നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. അപ്പോൾ അതിന് ചെള്ളുപനിയായിട്ട് നമ്മൾ സംശയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, എന്നെ സഹായിക്കണം. ഞാൻ ഈ റെസ്ക്യൂ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഒന്നും ഞാൻ തിരികെ വിടാറില്ല കേട്ടോ. പിന്നെ എനിക്ക് അത്രയും സേഫ് ഒന്ന് തോന്നുന്നവരെ മാത്രമേ ഞാൻ വിട്ടിട്ടുള്ളൂ. ആകെ 1-2 പേരെ ഞാൻ വിട്ടിട്ടുള്ളൂ. അവർ നമ്മളുമായിട്ട് വീട്ടിൽ നിൽക്കൂല. അവർ ഒച്ചപ്പാടും ബഹളവും കെട്ടിയിട്ടിട്ട് ശീലമില്ലല്ലോ കൂട്ടിലിട്ടിട്ടൊക്കെ. അപ്പോൾ ഒച്ചപ്പാടും ബഹളവും ഉള്ളവരെ മാത്രമാണ് നമ്മൾ വിട്ടിട്ടുള്ളത്. അല്ലാതെ എല്ലാവരും സ്നേഹമുള്ള എല്ലാവരും ഇവിടെയുണ്ട്. അപ്പം അവരെ നമ്മൾക്ക് ഈ ഷെൽട്ടറിൽ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉത്തരവാദിത്തം തീർന്നില്ല. അവരെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവരുടെ ലൈഫ് ലോങ് നമുക്ക് വൃത്തിയും മനോരത്തിലും കിടക്കാൻ വേണ്ടിയിട്ട് അവരെ റൂം തന്നെ ആക്കി ടൈലിടാന്നൊക്കെ ഇട്ട് തരാമെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണിക്കൂലി നമ്മൾ കൊടുക്കേണ്ട, എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ മഴയ്ക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം ആക്കണം. അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും എന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന്, പിന്നെ ഫുഡിൻ്റെ കാര്യം, അരി ഇപ്പം നേരത്തെ സഹായിക്കാൻ എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ രൂപ വീതം അങ്ങനെയെങ്കിൽ ഇട്ടാലേ നമുക്കിത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഒരാളെ മാത്രം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാം സഹായിക്കുക. നമുക്ക് ഷെൽട്ടറിൻ്റെ ഇത്രയും പണിയിൽ സഹായിച്ചത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. പിന്നെ നിതിനെ എടുത്ത് പറയാനുണ്ട്. ഇതിൻ്റെ കല്ലും കുറച്ച് പണിക്കൂലി എല്ലാം കൊടുത്തത് നിതിനാണ്. അപ്പോൾ നമുക്കിവിടെ കല്ലിന് ചെറിയ പൈസയ്ക്ക് നമുക്ക് കല്ല് കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ആക്കി തന്നിട്ടുണ്ട്. പിന്നെ മാതമംഗലം സ്കൂളുകാർ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോഗിനെ റെസ്ക്യൂ ചെയ്ത വഴിയിൽ അവരൊരു 6200 രൂപ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഓരോരുത്തരെയും